ഹായ്, ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഇന്നിപ്പം പപ്പയ്ക്ക് ജലദോഷം പിടിച്ചു. നല്ല കോൾഡാണ്, 2 ദിവസമായി കോൾഡ് പിടിച്ചിട്ട്. എനിക്കും മെല്ല് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പപ്പയ്ക്ക് ഇന്ന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം. അവയെ ജലദോഷക്കാലത്തെ ശുശ്രൂഷ. ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം 2 ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കൊടുക്കും. ഇത് ജലദോഷക്കാലത്ത് മാത്രമല്ല, ഡെയിലി ഉള്ളതാണ് കേട്ടോ. ഡെയിലി ഇങ്ങനെയാണ് കണ്ടോ. സ്വല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടിയല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ നല്ല മഞ്ഞൾ ഉണക്കി പൊടിച്ചതിൻ്റെ പൊടി. പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളവും വന്ന് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 4 ബദാം കുതിർത്തതും. ഇതൊക്കെ ഇവിടെ ഡെയിലി കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇതാ കൊടുക്കുക. അപ്പോൾ ജലദോഷക്കാരെ ശുശ്രൂഷിക്കാൻ നമുക്കും ആരോഗ്യം വേണ്ടേ, അതുകൊണ്ട് ഒരു 4 ബദാം ഞാനും കഴിക്കാം. ഇനി ഇന്ന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഏതാണെന്ന് കാണിച്ചു തരാമേ. തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇന്നത്തെ കുടിവെള്ളം. ഇന്നലെയും ഇതായിരുന്നു. അപ്പോൾ ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കി തുളസിയില ഞാൻ വൃത്തിയാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ തുളസിയില ഇട്ട കുടിവെള്ളമാണ് ഇന്ന് കുടിക്കാൻ കൊടുക്കുന്നത്. നല്ലതാണല്ലോ, അല്ലെങ്കിലും മഴക്കാലത്ത് തുളസിയില ഇട്ട വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും നല്ലതാണല്ലോ. ഇനിയിപ്പം കഴിക്കാനായിട്ട് ചൂട് ദോശ കൊടുക്കാം. ഇന്നലെ ഞാൻ അപ്പം ചുട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അതിൽ കറിയും കൂട്ടി കൊടുത്തപ്പം വായിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അപ്പത്തിന് തേന മുറിച്ച് കഴിച്ച്. അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമുണ്ട്. ദോശ മാത്രം ചുട്ടാൽ മതി. അല്പം നെയ്യൊക്കെ പുരട്ടി നല്ല മയമുള്ള രുചിയുള്ള ദോശ ചുട്ട് കൊടുക്കാം. അപ്പോൾ കറി വേണ്ടെന്ന് പറയുന്നതുകൊണ്ട് എളുപ്പമുണ്ട്, തേൻ മതി. അങ്ങനെ എളുപ്പത്തിന് എന്നെ അടുക്കളപ്പണിയിൽ നിന്ന് മുക്തയാക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ദോശയ്ക്ക് ചട്നി വേണം, ഇഡ്ലിക്ക് സാമ്പാർ വേണം, പുട്ടായാൽ കടല വേണം, അപ്പമായാൽ മുട്ടക്കറി അല്ലെ മുട്ട റോസ്റ്റ്, അതല്ലെങ്കിൽ ബാജി, ഇങ്ങനെ ഓരോന്നിനും ഓരോ ചിട്ടയനുസരിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആളാണ്. അതുപോലെ തന്നെ ഭക്ഷണം കാര്യത്തിൽ ചിലപ്പോൾ പുള്ളിക്ക് വല്ല കല്യാണമൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ എന്നോട് പറയുകയില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ചോറും കറിയൊക്കെ ആക്കിയിരിക്കും. അവസാനം കുറേ ലേറ്റായിട്ടും വിളിച്ചിട്ട് വരാതെ ആകുമ്പോൾ എന്താ ഒന്നാം വരാത്തതെന്ന് ചോദിക്കുമ്പോഴേ പറയുള്ളൂ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന്. അതെന്താണെന്നറിയാമോ, അതെന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമല്ല, മറിച്ച് എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയാണ്. കാര്യം നമ്മൾ പെണ്ണുങ്ങളെങ്ങനെയാണ്, ആണുങ്ങൾ വീട്ടിലില്ലെങ്കിൽ നമ്മൾ ആ ഒരു നേരം അടുക്കളപ്പണി ലാഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, മടിച്ചിട്ട് ഉള്ളതൊക്കെ കഴിച്ചങ്ങിരിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലേ. അത് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എന്നോട് മിണ്ടിയത് ചിലപ്പോൾ. എന്നിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയും നിനക്കൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പം അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഈ നെഗറ്റീവ്സുകളെല്ലാം കൂടി ഒരു കൊട്ടയായിട്ട് നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണ്ട. ഇത്തരം ചെറിയ കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും, നമുക്ക് ശുശ്രൂഷിക്കാൻ തോന്നും, നമുക്ക് ദേഷ്യം തോന്നത്തില്ല. അപ്പോൾ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. നിങ്ങളും അങ്ങനെ എടുത്താൽ മതി, അങ്ങനെയുള്ള സ്വഭാവക്കാർ ഉണ്ടെങ്കിൽ. അപ്പം ചൂട് ദോശ ചുട്ട് കൊടുക്കാം. ഇത് ചൂടേ തന്നെ കൊടുക്കണം. അപ്പോഴാണത് പ്രത്യേകിച്ച് വായിക്ക് രുചിയില്ലാത്ത സമയമല്ലേ. ചൂട് എണ്ണ ചുട്ട് കൊടുത്താൽ ആ പണി എന്ന് കഴിഞ്ഞല്ലോ. അപ്പം ചൂട് ദോശ 2 ദോശ മതി. അത് ഇപ്പോൾ കോൾഡ് അല്ലെങ്കിലും അത്രയേ കഴിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട ഉൾസയും കൂടെ ആയാൽ തൃപ്തിയായി. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും കോൾഡും പനിയും പലവിധ പനികൾ, വൈറൽ ഫീവർ, ഡെങ്കിപ്പനി ഒക്കെ ഉള്ള ഒരു സീസണാണല്ലോ ഇത്. അപ്പം എല്ലാവരും വളരെ കെയർഫുള്ളായിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. പുറമേ നിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് ആഹാര സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. എല്ലാവരും അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും, ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്പം നേരത്തെ എണീറ്റിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ഫുഡ് കഴിക്കുക. നമ്മുടെ മക്കൾക്കും അതൊക്കെ തന്നെ കൊടുക്കുക കേട്ടോ.
അപ്പോൾ ദാ എൻ്റെ ദോശ കണ്ടോ, വൺ സൈഡ് നല്ല ബ്രൗൺ കളറായി, മസാല ദോശ പോലെ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് പോലെയൊക്കെ അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചൂട് ദോശ ഒന്ന് കൊടുത്തിട്ട് വരാം. കൂടെ കഴിക്കാനായിട്ട് നെയ്യല്ല തേനെടുക്കാം. കൂടെ കഴിക്കാനായിട്ട് തേനും. അപ്പം തേനും ദോശയും കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ രണ്ട് ചെറിയ ദോശയല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എത്ര വിശപ്പില്ലെങ്കിലും അത് നിങ്ങൾ തീർന്നു പോവുകയല്ലേ. അതുകൊണ്ട് ഒരു ബുൾസൈയും കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നത് നല്ലതാണല്ലോ. അത് ബുൾസൈ രൂപത്തിലൊക്കെ മുട്ട അധികം ഉണങ്ങിപ്പോകാതെ ബുൾസൈ രൂപത്തിൽ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ കോൾഡ് പിന്നെ നല്ലതുമാണല്ലോ പ്രതിരോധിക്കാൻ. അപ്പോൾ ഒരു ബുൾസൈ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ദോശ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിച്ച് തീരുമ്പോഴത്തേനും വേഗം ബുൾസൈ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം. എന്താ നല്ലപോലെ ചൂടായി കുമ്പളയൊക്കെ എടുത്തതിന് വരുന്നുണ്ട്. ഇപ്പാകും കേട്ടോ, ഇപ്പാകും. വെയിറ്റ് ചെയ്യും. ബുൾസൈ റെഡി. ഒരു സ്വല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ്, അധികമായി പോകാതെ ശ്രദ്ധിക്കണം. ഒരു മുട്ടയേ ഉള്ളൂ, സ്വല്പം ഉപ്പ് മതി. പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി. ഇതൊക്കെ ശുദ്ധമായ ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് വാങ്ങുന്നതാണ്. ഉപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. കുരുമുളകൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കുരുമുളകൊക്കെ പറിച്ച് കഴുകി ഉണക്കി പൊടിച്ചൊക്കെ എടുക്കുന്ന ശുദ്ധമായ പൊടികളാണ്. അപ്പോൾ ബുൾസൈ റെഡി. ബുൾസൈ കൊടുത്തിട്ട് വരാം. രാവിലത്തെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. എത്ര കാര്യങ്ങളല്ലേ. വെള്ളവും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി കുടിക്കാൻ കൊടുത്തു. ആ കൂട്ടത്തിൽ ബദാം കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചായയും ദോശയും തേനും കൊടുത്തു. പിന്നെ ബുൾസൈ ആക്കി കൊടുത്തു. കുടിക്കാനായിട്ട് തുളസിയിലിട്ട വെള്ളം തിളപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണെന്നറിയാമോ? ആവി വലിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് പഴയ രീതിയിലൊക്കെയാണ് ആവി വലിക്കുന്നതൊക്കെ. പുതിയ ഇത് ഉപയോഗിച്ചിട്ടല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇതിനകത്തിടുന്നത് വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി അടർത്തിയെടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത് ചതച്ചെടുത്തു. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്കിടും. എന്നിട്ട് ആവി വലിക്കും. നല്ല ഇഫക്റ്റാണ്. പെട്ടെന്ന് ജലദോഷത്തിന് കുറവ് കിട്ടും. ഇത് ഓൾറെഡി ഇന്നലെ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ട് വെച്ചിട്ടുള്ള വെള്ളമായിരുന്നേ. അതുകൊണ്ട് ഞാനിത് 2 അല്ലിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. ഇനി അടച്ചു വയ്ക്കുക. ഇത് തിളയ്ക്കുമ്പോൾ കൊണ്ട് കൊടുക്കണം. ആവി വലിക്കട്ടെ. ഈ വെളുത്തുള്ളിയുടെ സത്തൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അധികമായി പോകാതെ ശ്രദ്ധിക്കണം. വെളുത്തുള്ളിയുടെ സത്ത് അധികമായി പോയാൽ വലിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. കണ്ണിക്കൂടെ വെള്ളമൊക്കെ വരും. ആകെ പുകഞ്ഞ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അത്രയും വേണ്ട. വലിയ അല്ലിയാണെങ്കിൽ ഒരു 3 അല്ലി മതിയാകും. ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി. അത്രയൊക്കെ എടുത്തിട്ട് വെള്ളം ആവി വലിപ്പിക്കുക. അപ്പോൾ പെട്ടെന്നൊരു റിലീഫ് കിട്ടും. പിന്നെ അപ്പം എങ്ങനെ ജലദോഷത്തിന് മെഡിസിൻ വാങ്ങിയല്ല, ഒരു പ്രത്യേക പോളിസിയാണ്. കാരണം ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ഇത്തരം പോളിസികളൊക്കെ. അപ്പം എന്നോട് പറയും, ജലദോഷം വന്നാൽ ഏതായാലും ഒരാഴ്ച കൊണ്ടേ മാറത്തുള്ളൂ, മെഡിസിൻ എടുത്താലും ഇല്ലെങ്കിൽ. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങി കഴിച്ച് അത് പിന്നെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള റെമഡീസിലൊക്കെ അത് നിൽക്കും. പക്ഷേ ചില സമയത്ത് കൂടുതൽ ചുമയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും, വല്ല ഇൻഫെക്ഷനുമായാലോ. ഒന്നാമത് ഇന്നത്തെ കാലമല്ലേ, പലതരം പനികളൊക്കെ അല്ലേ. അപ്പം ഞാൻ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും, പനിക്കുന്നുണ്ടോ എന്ന്. ഇല്ലെന്ന് പറയും. ചെറിയ ചൂടൊക്കെ ഉള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ നോക്കും. 2 ദിവസമൊക്കെ നോക്കിക്കഴിയുമ്പോൾ പുള്ളി ഏകദേശം ഒന്ന് നോർമലാകും. ആദ്യത്തെ 1-2 ദിവസം തീരെ ക്ഷീണമായിരിക്കും, തീരെ കിടപ്പും റെസ്റ്റും ഒക്കെ ആയിരിക്കും. ഞാനിങ്ങനെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ മാത്രമേ എണീറ്റ് ഭക്ഷണം ഒക്കെ കഴിക്കുകയുള്ളൂ. ആവി വലിക്കാനൊക്കെ എണീറ്റ് വരുവുള്ളൂ. പിന്നെ ആ ക്ഷീണമായതുകൊണ്ടല്ല ഞാൻ പുള്ളിയെ കാണിക്കാത്തത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മെല്ലെ ആ ക്ഷീണാവസ്ഥയൊക്കെ മാറി
നോർമൽ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല. അത് മക്കളും ചോദിക്കും മെഡിസിൻ എടുക്കണ്ടേന്ന്. മെഡിസിൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് പുള്ളി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം എന്ന് വിചാരിച്ച് മെഡിസിൻ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല. തക്കതായ ഒരു രോഗമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഈ കോൾഡ് ആണെങ്കിൽ ഇൻഫെക്ഷൻ്റെ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായും നമ്മൾ ഡോക്ടറെ കാണണം, മെഡിസിൻ എടുക്കണം. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി കണ്ടോ തിളച്ചു. എൻ്റെ കൈ പൊള്ളി, ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആവി പോകുന്നതിന് മുമ്പേ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ. സ്റ്റീം വലിക്കട്ടെ. അപ്പോൾ കോൾഡിനും അപ്പോൾ ഒരാശ്വാസം ഉണ്ടാകും. തലവേദനയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ ആശ്വാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് കൊടുത്തിട്ട് വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. ഉച്ചയ്ക്കത്തെ മിക്കവാറും കഞ്ഞിയായിരിക്കും. അപ്പോൾ അതിന് എന്താണ് കറി എന്ന് ചോദിക്കട്ടെ. ഇന്നലെ മീൻ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ ദിവസവും മീൻ ഇല്ലെങ്കിൽ മീൻ കിട്ടാനില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നലെ മീൻ കറി വയ്ക്കട്ടെ. ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ കുറവ് കഴിക്കുന്ന അവസ്ഥ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു മീൻ കറി വയ്ക്കട്ടെ എന്ന്. അപ്പം ഞാൻ കൂടെ കൂടിയിട്ട് ഈ 32 വർഷമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് മീൻ കറി വയ്ക്കണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് വായിക്ക് രുചി പോയിട്ടുണ്ടെന്ന്. ഇന്ന് മീൻ വയ്ക്കണ്ട, നാളെ വെച്ചാൽ മതി എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചിട്ട് വേണം ഉച്ചഭക്ഷണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇടവേളയ്ക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കണം. നല്ല ചൂട് കഞ്ഞി, നല്ല വെന്ത കഞ്ഞി. അതിന് ഞാൻ കുക്കറിൽ കഞ്ഞി ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇത് അനാർ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതിന് മധുരം സ്വല്പം കുറവാണ്. ഓവർ മധുരമൊന്നും വേണ്ട. എങ്കിലും അത് നല്ല ചുവന്ന അനാറല്ല, കുറച്ച് വെളുപ്പുള്ള ആ കുരുവുള്ള അനാറാണ്. ഇത്തിരി മധുരം കുറവുണ്ട്. ലേശം തേൻ കൂടി ഒഴിച്ചിട്ട് ഇത് കൊണ്ട് കൊടുക്കാം. തേൻ ഒരുപാട് വേണ്ട. രാവിലെ ദോശയ്ക്ക് തേൻ കഴിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ ഉറപ്പായി ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാരെ ഡോക്ടർമാരെയൊക്കെ നമിക്കണം അല്ലേ? അവർ എത്ര ക്ഷമയോടെയാണ് ഏതെല്ലാം തരത്തിലുള്ള രോഗബാധിതരെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം ഇന്നലെ മുതൽ ഇന്ന് വരെ 2 ദിവസം 1.5 ദിവസം ആകുന്നേ ഉള്ളൂ. അപ്പോഴത്തേന് എനിക്ക് കോൾഡ് പിടിക്കാൻ തുടങ്ങി. കോൾഡ് അങ്ങനെയാണ്, നമ്മൾ എത്ര മാറി നിന്നാലും അതിൻ്റെ അണുക്കളൊക്കെ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ശുശ്രൂഷിക്കുന്നവർക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ അത് കിട്ടും. അപ്പോൾ അനാർ ജ്യൂസ് കൊടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ജലദോഷ ശുശ്രൂഷ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല കുക്കറിൽ വേവിച്ച നല്ലതുപോലെ വെന്ത നല്ല ആവി പറക്കുന്ന ചൂട് കഞ്ഞി ഒരു തവി മതി. ഒരു ഉപ്പൊക്കെ ഒഴിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാടൻ കറി, ചേമ്പിൻ താള് തോരൻ വെച്ചത്. ധാരാളം അയൺ കണ്ടന്റ് ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണല്ലോ. എല്ലാം കുറച്ച് മതി. ഇനിയാണ് ഒരു വിശേഷപ്പെട്ട ഐറ്റം. ഇതെന്താണെന്നറിയാമോ? നല്ല നാടൻ കണ്ണിമാങ്ങ അച്ചാർ. എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ കണ്ണിമാങ്ങയ്ക്കകത്ത് തന്നെ സ്പൂണുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്പൂൺ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് കുറച്ച് കണ്ണിമാങ്ങയേ ഉള്ളേ, അതുകൊണ്ട് ഒരു സ്പൂണൊക്കെ ഇട്ടങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ ജലാംശമുള്ള സ്പൂണായി പോയാൽ നമ്മുടെ അച്ചാർ വേണ്ടേടാവുമല്ലോ. ഇതേ മുഴുത്ത മാങ്ങയുണ്ട്, അതാണ് ഈ മുറിച്ചെടുക്കാം. കണ്ടോ? എന്നാൽ ചെറിയ മാങ്ങയും ഉണ്ട് ഇതിൻ്റെ അകത്ത്, രണ്ടും കൂടെ മിക്സാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ മാങ്ങ കൊടുക്കാം. നല്ല കണ്ണിമാങ്ങ അച്ചാർ. ഇതിൻ്റെ ആ ചാറിലേക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നാവിൽ നവരസവും വിരിയും. ജലദോഷത്തിൻ്റെ അരുതായ്മയും വാലായ്മയും രുചിയില്ലായ്മയും ഒക്കെ പമ്പ കിടക്കും. അപ്പോൾ ദാ നല്ല നാടൻ കണ്ണിമാങ്ങ അച്ചാറും താള് തോരനും ചൂട് കഞ്ഞിയും കൊടുത്ത്. ഇനിയിപ്പോഴേ ഇവിടെ മഴയ്ക്കൊക്കെ മൂടിക്കെട്ടുന്നുണ്ട്, അന്തരീക്ഷമൊക്കെ അങ്ങനെ മൂടി. ചിലപ്പോൾ കറണ്ടൊക്കെ പോയെങ്കിൽ എനിക്ക് 4 മണിക്ക് എന്താണ് കൊടുക്കുക, വൈകുന്നേരത്തെ ശുശ്രൂഷയുടെ ഐറ്റം ഏതാണെന്ന് ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റാതെ വന്നാലോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇപ്പം തന്നെ അങ്ങോട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. തന്നെയുമല്ല വീഡിയോ വളരെ ലെങ്തി ആയി പോകുമല്ലോ. ഇതൊക്കെ ചെയ്ത് കൊടുത്ത 2 ദിവസം കൊണ്ടൊന്ന് നേരെ ഇരുത്തിയിട്ട് വേണം എനിക്ക് തിരിച്ചൊരു താങ്ക്സ് പറയിപ്പിക്കാൻ. അപ്പോൾ ഞാൻ 4 മണിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല ഒരു ചുക്ക് കാപ്പി ഒന്ന് വെച്ച് കൊടുക്കാം. ചുക്ക് കാപ്പി പൊടിയുണ്ട്, അതിട്ട് നല്ല ചുക്ക് കാപ്പി, അതിലേക്ക് ശർക്കര ഇടാം. ഇത് കണ്ടോ, കോല കൊണ്ട് മടിഞ്ഞ ഒരു പാത്രം. ഇത്
പനം ശർക്കര, ഒറിജിനൽ പനം ശർക്കര ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ പാത്രം മാത്രമേ ഉള്ളൂ, കാരണം ഞാനത് മുറിച്ച് കുറേ ഉപയോഗിച്ചതിന് ശേഷം കാറ്റ് കിടക്കാത്ത ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചേ ബാക്കിയുള്ളൂ. അതിട്ട് നല്ല ചൂട് ഒരു ചുക്ക് കാപ്പി എന്ന് ചെല്ലുമ്പോൾ ജലദോഷമൊക്കെ തനിയെ പമ്പ കിടക്കും. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ചെറിയ പെട്ടെന്ന് ദഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ഞാൻ രാത്രിയിൽ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടോ, കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. SNAയുടെ ഔഷധ കഞ്ഞിക്കൂട്ട്. ഇത് റോട്ടറി ക്ലബ്ബുകാർ കർക്കിടകത്തിലെ രോഗത്തെക്കുറിച്ച്, രോഗപ്രതിരോധം എങ്ങനെ നടത്താമെന്നുള്ളതും ആരോഗ്യ പരിപാലനവും ഒക്കെ ആയിട്ട് ഡോക്ടർ ജിനോ ഗോപാൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഔഷധക്കൂട്ട് വിതരണം ചെയ്തതാണ്. ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചില്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ കർക്കിടകം, അത് കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഇത് ഉപയോഗിക്കാം. തന്നെയുമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ അധികം കറികളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ഇതങ്ങോട്ട് വെച്ചാൽ കഞ്ഞിയായിട്ട് കൊടുക്കുകയും ചെയ്യാം, ആരോഗ്യവും തിരികെ പിടിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന് ജലദോഷം വന്നപ്പോൾ ഞാൻ നാടൻ ട്രീറ്റ്മെൻറ്റിലൂടെ 2 ദിവസം കൊണ്ട് ഒന്ന് തിരികെ ആരോഗ്യം തിരിച്ചു പിടിക്കുന്ന ഒരു വീഡിയോയാണ്. അധികം ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കാതെ എങ്ങനെ നമുക്ക് ഇത് തിരിച്ചു പിടിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. പക്ഷേ എപ്പോഴും ഓർമ്മിക്കണം, അത് ഇൻഫെക്ഷനായി പോകാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ നമുക്ക് വേണം. പനി കൂടുകയോ ഇൻഫെക്ഷനായി മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.